സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. പാലസ്തീനികളെ സംബന്ധിച്ച് ഇന്നലെ നക്ബ ഡേ ആയിരുന്നു. മെയ് 15 അവർ നക്ബ ഡേ ആയിട്ട് ആചരിക്കുന്നത്. നക്ബ ഡേ എന്ന് പറഞ്ഞാൽ ദുരന്ത ദിനം എന്നാണ് അതിൻ്റെ അറബിക് വേർഡിൻ്റെ അർത്ഥം. 1948 നവംബർ 14 ഇസ്രായേൽ എന്ന രാജ്യം ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത്. പാലസ്തീൻ എന്ന് പറഞ്ഞ പ്രദേശം ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്നുവെന്നും പിന്നീട് ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് ഇസ്രായേലിനും ജൂതന്മാർക്കും പാലസ്തീനികൾക്കുമായി ആ ഭൂമി വീതം വെച്ചു എന്നുള്ളതൊക്കെ ചരിത്രം, വളരെ വിശദമായ ചരിത്രമുണ്ട്. 1850 മുതൽ തുടങ്ങുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ട് ചരിത്രം നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. 22 വീഡിയോകളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്ത് നിന്ന അങ്ങനെ പിന്നെ ഐക്യരാഷ്ട്രസഭ UN ഇതിനെ രണ്ടായി വീതിച്ച് വെച്ചിരുന്നു. പക്ഷേ അവർ ഡിക്ലെയർ ചെയ്തിരുന്നില്ല. കാരണം അറബ് രാജ്യങ്ങളുടെ എതിർപ്പ് കൊണ്ട് ഈ ഇസ്രായേൽ എന്ന രാജ്യം ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഇസ്രായേൽ സ്വയം അവരുടെ രാജ്യത്തെ പ്രഖ്യാപിക്കുകയായിരുന്നു. അവർക്ക് വേർതിരിച്ചു കൊടുത്ത ഭൂമി ഇസ്രായേൽ എന്ന് പേരിട്ട് ഒരു രാജ്യമായി അവരെ വിളിച്ചുകൊണ്ട് 1948 മെയ് 14 അവരുടെ രാജ്യം അവർ പ്രഖ്യാപിച്ചു. ദ വെരി നെക്സ്റ്റ് ഡേ 1948 മെയ് 15 അറബ് രാജ്യങ്ങൾ കമ്പൈൻഡായിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു. വാസ്തവത്തിൽ ഈ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഫോർമേഷൻ തടഞ്ഞു വെച്ച അറബ് രാജ്യങ്ങളാണ്. കാരണം ഈ അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഈജിപ്ത്, ജോർദാൻ, സിറിയ ഈ 3 രാജ്യങ്ങൾ ഈ പാലസ്തീൻ പ്രദേശം വീതം വെച്ചെടുത്ത് അവരുടെ രാജ്യത്തോട് ചേർക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു ഇൻഡിപെൻഡന്റ് പാലസ്തീൻ ഫോം ചെയ്യുന്നതിനെ വാസ്തവത്തിൽ ഈ രാജ്യങ്ങൾ വെൽക്കം ചെയ്തിരുന്നില്ല. ആ പ്രദേശം വീതം വെച്ചെടുക്കാമെന്നായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. അപ്പം അതിനിടയിലൂടെ ഒരു ഇസ്രായേലിൻ്റെ ഫോർമേഷൻ അവർക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു വിഷയമാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിലെ ഫോർമേഷൻ ഡിക്ലെയർ ചെയ്ത സമയത്ത് അവർ ഏകപക്ഷീയമായിട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് യുദ്ധം തുടങ്ങിയത്. ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് യുദ്ധം തുടങ്ങിയപ്പം ഇസ്രായേൽ ഈ അതിർത്തികളിൽ മാത്രമല്ല യുദ്ധം ചെയ്തത്. ഇസ്രായേലിന് ഫോം ചെയ്ത് കിട്ടിയ പ്രദേശത്തിൻ്റെ അതിർത്തികളിൽ മാത്രമല്ല അവർ യുദ്ധം ചെയ്തത്. അവർ ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനകത്തുള്ള അറബ്സിനെതിരെയും യുദ്ധം ചെയ്തു. അതിനകത്ത് അറബ്സ് ഉണ്ട്. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഫോം ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വരുന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിച്ചുവെങ്കിലും ഇന്ത്യയുടെ അകത്ത് ധാരാളം മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ് ഫോം ചെയ്യപ്പെട്ട രാജ്യത്തിനകത്തും ധാരാളം അറബ്സ് ഉണ്ട്. പാലസ്തീനികൾ എന്ന് വിളിക്കപ്പെടുന്ന, ഇന്ന് നമ്മൾ പാലസ്തീനികൾ എന്ന് വിളിക്കുന്ന അറബ്സ് ഉണ്ട്. ഈ അറബ്സിനെ എക്സ്പെല് ചെയ്യുക കൂടി ഇസ്രായേൽ അക്കാലത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എക്സ്പെൽ ചെയ്യപ്പെട്ട, ഫോം ചെയ്ത ഇസ്രായേലിൽ നിന്ന് എക്സ്പെൽ ചെയ്യപ്പെട്ട അറബികളാണ് പിന്നീട് അഭയാർത്ഥികളായിട്ട് ഈ ഗാസ എന്ന് പറഞ്ഞ മേഖലയിൽ അടിഞ്ഞുകൂടിയത്. ഗാസ എന്ന് പറഞ്ഞ മേഖല ആദ്യം തന്നെ പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം, അല്ലെങ്കിൽ അറബികൾക്ക് വേണ്ടി രൂപീകരിച്ച പ്രദേശത്തിൽ അറബികൾക്ക് വേണ്ടി ഇയർമാർക്ക് ചെയ്യപ്പെട്ട പ്രദേശമായിരുന്നു. ആ ഇസ്രായേൽ എന്ന് പറഞ്ഞ് രൂപീകരിക്കപ്പെട്ട രാജ്യത്തുണ്ടായിരുന്ന അറബ്സിനെ, ഇസ്രായേൽക്കാരെ, ജ്യൂസ് അവിടെ നിന്ന് തള്ളി പുറത്താക്കി ഈ ഗാസയിലേക്ക് തള്ളി പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആളുകളെ തള്ളി പുറത്താക്കാൻ തുടങ്ങിയ ദിനമാണ് 1948 മെയ് 15. അതുകൊണ്ട് മെയ് 15 അവർ നക്ബ ഡേ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ദുരന്ത ദിനം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വർഷവും പാലസ്തീനികൾ ആചരിക്കാറുണ്ട്. ഇന്നലെ ഗാസ പ്രദേശത്ത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് കനത്ത ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പല ഹമാസിൻ്റെ സ്ട്രോങ് ഹോൾഡ് പ്ലേസസും അവരെ ലക്ഷ്യം വെക്കുകയും ധാരാളം മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഔദ്യോഗികമായി പാലസ്തീൻ്റെ കണക്ക് പ്രകാരം ഇപ്പോൾ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം 53,000 കഴിഞ്ഞു. ഈ ഒക്ടോബർ 7, 2023 ഇസ്രായേലിൻ്റെ വേലി പൊളിച്ച്, ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ പൊളിച്ച് അകത്ത് കടന്ന് 1200 ഇസ്രായേലികളെ വധിക്കുകയും 250 ആളുകളെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്ത ആ സംഭവത്തെ തുടർന്ന് ഉണ്ടായ യുദ്ധത്തിൽ ഇപ്പോൾ കൊല്ലപ്പെട്ട പാലസ്തീനികളുടെ എണ്ണം ഔദ്യോഗിക കണക്ക് പ്രകാരം 53,000 കടന്നു. അനൗദ്യോഗിക കണക്ക് പ്രകാരം അതിനെ കഴിഞ്ഞ് 10-20,000 മേലെയാണുള്ളത്. കാണാൻ ഇല്ലാത്ത ആളുകൾ വേറെയുമുണ്ട്. അപ്പം അങ്ങനെ പോകുന്നു ഇത്. അതിനിടയിലൂടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വ്യാഴാഴ്ച വിളിച്ചിരുന്നു. അദ്ദേഹം ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റിലെ ആക്ടിവിറ്റീസിനെ കുറിച്ച് നെതന്യാഹുവിനെ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. സിറിയയുമായി എത്തിയിട്ടുള്ള കരാറുകളെക്കുറിച്ച് നെതന്യാഹുവിനെ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇറാനുമായിട്ട് അവരെത്തുന്ന വിഷയങ്ങളെക്കുറിച്ച് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനിടയിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഗ്യാപ്പ് ഒന്നുമില്ല എന്ന് വേണം വിചാരിക്കാൻ. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ട്രംപ് ഇസ്രായേൽ വിസിറ്റ് ചെയ്യാത്തത് അത് അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിൻ്റെ ഭാഗമാണ്. കാരണം അറബ്സുമായിട്ട് വലിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ട്രംപിനെ സംബന്ധിച്ച് അതിനിടയിൽ ഇസ്രായേലിനെ വലിച്ചുകൊണ്ട് വന്നാൽ അദ്ദേഹത്തിൻ്റെ ആ വിസിറ്റിൻ്റെ ഒരു വാംത്ത് കുറഞ്ഞു പോകുമോ എന്ന് ഭയന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ ബിസിനസ് ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ആ ബിസിനസ് ലക്ഷ്യങ്ങൾ മുന്നിട്ട് അദ്ദേഹം വന്നത് അതിന് കുറവ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഇസ്രായേൽ വിസിറ്റ് അദ്ദേഹം ഒഴിവാക്കിയത് എന്ന് വേണം വിചാരിക്കാൻ.
അപ്പോൾ അവിടെ US പ്രസിഡന്റ് ഈ റൂബിയോ പറഞ്ഞിട്ടുള്ളത് US ഹാസ് എ ഡീപ്പ് കമ്മിറ്റ്മെന്റ്. ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള US കമ്മിറ്റ്മെന്റ് വളരെ ഡീപ്പാണെന്നും അവരുടെ ബന്ധം അയൺ ക്ലാഡ്, ഇരുമ്പ് പോലെ ഉറച്ചതാണെന്നുമാണ് ഈ ഡിസ്കഷനിലെ ഇടയിലൂടെ മാർക്കോ റൂബിയോ പറഞ്ഞതായി BBC തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. BBC എന്നുള്ളത് ആന്റി അമേരിക്കൻ ന്യൂസ് പേപ്പറാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ട്രംപ് അതിനിടയിലൂടെ ഒരു ഫ്രീഡം സോൺ ആയി ഗാസയെ മാറ്റണമെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം വീണ്ടും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഗാസയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അതിനെ ഒരു മനുഷ്യർക്ക് അന്തസ്സായി ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമായി മാറ്റാൻ കഴിയുമോ എന്ന് അമേരിക്കയുടെ പരിഗണനയിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനിടയിലൂടെ ഹമാസിന്റെ സ്പോക്സ് പേഴ്സൺ ഡോക്ടർ ബാസിം നയീം എന്ന് പറയുന്നയാൾ ഇതിലെ സ്കൈ ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അവർ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൽ വലിയ പ്രത്യാശ വെക്കുന്നതായി സൂചിപ്പിക്കുന്നുണ്ട്. ഹമാസ് അവർ പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് അവരുടെ കയ്യിലുള്ള മുഴുവൻ ക്യാപ്റ്റീവ്സിനെയും പിടിച്ചു വെച്ചിട്ടുള്ള ആളുകളെയും ഡെഡ് ഓർ അലൈവ് മുഴുവനെ അവർ കൈമാറാം. പകരമായിട്ട് അവർ ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ സേന പൂർണ്ണമായും അവരുടെ ടെറിട്ടറിയിൽ നിന്ന് പിന്മാറണമെന്നുള്ളതാണ്. കൂടാതെ നോ ഫോഴ്സ്ഫുൾ ഇമിഗ്രേഷൻ, അതായത് പാലസ്തീനിൽ നിന്ന് പാലസ്തീനികളെ ബലം പ്രയോഗിച്ച് പുറത്താക്കരുത്. അപ്പോൾ അത് അവർ തത്വത്തിൽ പാലസ്തീനികൾ വേറൊരു ദേശത്തേക്ക് പോകുന്നതിനെ അംഗീകരിക്കുന്നു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവേണ്ടത്. അതായത് ട്രംപിന്റെ ആദ്യത്തെ പ്രപ്പോസൽ അവരിവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് പോയി താമസിക്കട്ടെ, ഗാസയിൽ നിന്ന് പോട്ടെ എന്നുള്ളൊരു പ്രപ്പോസൽ, അത് ഹമാസ് തത്വത്തിൽ അംഗീകരിക്കുന്നു. പോകേണ്ടവർക്ക് പോകാം, പക്ഷെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകരുത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്ന കണ്ടീഷൻ. അപ്പം ഇദ്ദേഹം പറയുന്നത് ഹമാസിനെ സംബന്ധിച്ച് അവർ ബന്ദികളെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അതിന് അവർക്ക് പകരമായി വേണ്ടത് ഇസ്രായേൽ സേന പൂർണ്ണമായിട്ടും ഇവിടെ നിന്നും പിന്മാറുകയും കൂടാതെ അവിടെ ആളുകളെ ബലം പ്രയോഗിച്ച് ഗാസയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം ഇവർ നേരിട്ട് US-ഉമായിട്ട് ഇവർ സംസാരിച്ചു എന്നാണ് ഇവർ പറയുന്നത്. കൂടാതെ ഈജിപ്ത് പ്രപ്പോസ് ചെയ്ത ഒരു ഭരണ സംവിധാനമുണ്ട്. അപ്പോൾ ഈജിപ്ത് പ്രപ്പോസ് ചെയ്ത ഭരണ സംവിധാനം അനുസരിച്ച് പാലസ്തീനികൾ തന്നെ രാഷ്ട്രീയക്കാരല്ലാത്ത പാലസ്തീനികൾ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ കൊണ്ടുവരാം. അപ്പം ഹമാസ് പറയുന്നത് 2006 ഇലക്ഷൻ വഴി ഞങ്ങൾ വന്നു എന്നാണ് അവരിപ്പോൾ അവകാശപ്പെടുന്നത്. ഇലക്ഷൻ വഴിയൊന്നുമല്ല, PLA പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, പാലസ്തീൻ അതോറിറ്റീനെ അവിടുന്ന് അവർ ബലം പ്രയോഗിച്ച് ആയുധം ഉപയോഗിച്ച് പുറത്താക്കി അധികാരം പിടിച്ചെടുത്തതാണ്. അപ്പോൾ അവർ പറയുന്നു 2006 ഞങ്ങൾ ഇലക്ഷനിൽ അധികാരത്തിൽ വന്നാൽ എങ്കിൽ തന്നെയും ഞങ്ങൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറാണ്. പകരം അവിടെ പാലസ്തീനികളുടെ തന്നെ ഒരു രാഷ്ട്രീയക്കാരല്ലാത്ത ആളുകളുടെ പാലസ്തീനികളുടെ അവരുടെ ഇടയിലുള്ള മറ്റ് ബുദ്ധിജീവികളോ എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ആളുകളെ കൂട്ടി ഉള്ള ഒരു ഗവൺമെൻറ് സംവിധാനം അവിടെ വരുന്നതിൽ അവർക്ക് എതിർപ്പില്ല എന്നാണ് ഇപ്പോൾ ഈ ബാസിം നയീം എന്ന് പറയുന്ന അവരുടെ സ്പോക്സ് പേഴ്സൺ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ പിന്നെ അവരുടെ എല്ലാ ഡിമാൻഡ്സിൽ നിന്ന് അവർ താഴോട്ട് വന്നു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഈ തക്കിയ എന്ന് പറയുന്ന അഭ്യാസമാണോ നമുക്കറിയാൻ പാടില്ല. എന്തായാലും അവർ പറയുന്ന കണ്ടീഷനാണ്. ഇസ്രായേൽ ഇതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. ഇസ്രായേൽ ഇപ്പോൾ തോക്കുകൾ കൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇസ്രായേൽ ഉള്ളത്. അവസാനത്തെ ഹമാസ് ഭീകരനെയും വെടിവെച്ച് തീർക്കുക എന്നുള്ളതാണ് അവരുടെ നയം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ആദ്യം ബന്ദികളെ മുഴുവൻ വിട്ടുതരട്ടെ, അതിനുശേഷം ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങട്ടെ, ഹമാസ് പിൻവലിയാം, അധികാരത്തിൽ നിന്നിറങ്ങാം, ഇങ്ങനത്തെ പ്രപ്പോസലുകളൊന്നും അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ല. അമേരിക്കയ്ക്ക് സ്വീകാര്യമായിട്ടുള്ളത് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ളതാണ്. അവരെ ഭീകര പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ച് അവരുടെ ഭീകരരെ മുഴുവൻ ആയുധം വെച്ച് കീഴടങ്ങി ഔദ്യോഗിക സംവിധാനത്തിന് മുമ്പിൽ വന്നാൽ മാത്രമാണ് ഒരു പീസ് ടോക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നാണ് അമേരിക്കൻ സ്പോക്സ് പേഴ്സൺ ഇതിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള റിപ്ലൈ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ അമേരിക്കയുടെ ബിസിനസ് പാക്റ്റുകൾ നമ്മൾ കഴിഞ്ഞ ഇന്നത്തെ ന്യൂസ് പേപ്പറുകളിലൊക്കെ പ്രധാനപ്പെട്ട ന്യൂസാണ്. ഇന്ത്യയിൽ ആപ്പിളിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിർത്തണമെന്നും അവരെ ബഹ്റൈനിലേക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റണമെന്നും ഒക്കെ ട്രംപിൻ്റെ സംസാരങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ ഈ ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് ചുമത്താൻ പാടില്ല എന്നുള്ള ട്രംപിൻ്റെ തീരുമാനത്തിൻ്റെ ബാക്കി ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നതാണ്. ഇപ്പോൾ ആപ്പിളിനെ സംബന്ധിച്ച് ആപ്പിൾ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞു. അത് ഒരു ദിവസം കൊണ്ട് പെറുക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് ഖത്തറിൽ കൊണ്ടുപോയിട്ട് വെക്കുക എന്ന് പറയുന്നത് ട്രംപ് പറയുന്നത് പോലെ നടക്കുന്ന കാര്യമില്ല. ട്രംപിൻ്റെ യൂഷ്വൽ വിടുവായുത്തരങ്ങളുടെ ഭാഗമായിട്ട് ഇതിനെ കൂട്ടിയാൽ മതി. മാത്രമല്ല ഈ പറയുന്ന ഖത്തറിൽ ഇദ്ദേഹം പറയുന്നത് പോലെ ആപ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ എന്തുകൊണ്ട് ഇന്ത്യയിലും ചൈനയിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു? അതിന് കാരണം ഇവിടെ ലേബർ ഫോഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് ചീപ്പ് ലേബർ വേണം. അമേരിക്കയിൽ നടത്തിയ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അമേരിക്കയിൽ ഫാക്ടറികൾ വെക്കുക. അമേരിക്കയിൽ ഫാക്ടറി വെച്ചാൽ പണിയെടുക്കാനുള്ളത് ഇന്ത്യക്കാർ പണിയെടുക്കുന്ന ശമ്പളത്തിൽ അല്ലെങ്കിൽ ചൈനക്കാർ പണിയെടുക്കുന്ന ശമ്പളത്തിൽ അമേരിക്കാർ പണിയെടുക്കും. ചൈനയിലും ഇന്ത്യയിലും ഒക്കെ ചീപ്പ് ലേബർ കിട്ടുന്നത് കൊണ്ടാണ് ഇവർ ചൈനയിലും ഇന്ത്യയിലും ഒക്കെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആപ്പിളുകാരൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കമ്പനിക്ക് അതുകൊണ്ട് ലാഭം കിട്ടുന്നത് കൊണ്ടാണ് അവനോട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഖത്തറിൽ കൊണ്ടുപോയി ഫാക്ടറി വെച്ച് ആര് പണിയെടുക്കും?
ഇന്ത്യക്കാർ ചെന്ന് പണിയെടുക്കണം. ഇന്ത്യക്കാർ ഖത്തറിൽ ചെന്ന് പണിയെടുക്കുമ്പോൾ ഇന്ത്യയിൽ പണിയെടുക്കുന്നതിന് ഇരട്ടി ശമ്പളം ഖത്തറിൽ കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും കമ്പനിക്കാരുടെ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ട്രംപിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിടുവായിത്തം പറയാം, പക്ഷെ പറയുന്നത് പോലെ കാര്യങ്ങൾ നടന്നു കൊള്ളണമെന്നില്ല. ആപ്പിൾ ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ഇതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഏജൻസികൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അവരിവിടെ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സംഗതിയും അവരിവിടുന്ന് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ചൈനയുമായുള്ള ട്രേഡ് വാറും ട്രംപിന് ചൈനയോടുള്ള വലിയ അനിഷ്ടവും കണക്കിലെടുത്താണ് അവർ ചൈനയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ത്യയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. അതിന് ഇവിടുന്ന് വരച്ച് ഖത്തറിൽ കൊണ്ടുപോകും എന്ന് ഇദ്ദേഹം ഒരു ദിവസം പറയുന്നു. നാളെ അദ്ദേഹം പറയും ഖത്തറിൽ നിന്ന് വരച്ച് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറയും. അപ്പോൾ അത്തരം വാക്കുകൾ വിശ്വസിച്ച് മൂവ് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ബിസിനസ് സക്സസ് ആണ്, പക്ഷെ പൊളിറ്റിക്കലി അദ്ദേഹം അത്രത്തോളം ഒരു നയതന്ത്രം, ഡിപ്ലോമസി, ഇത്തരം മേഖലകളിലൊക്കെ അദ്ദേഹം പല കാര്യങ്ങളും പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അദ്ദേഹം വലിയ സമ്പന്നമായ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിന് മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ആളുകളെ മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. ചെറുപ്പം മുതൽ എങ്ങനെയാണ് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ്. ട്രംപ് ഫാമിലി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി റിച്ചാണ്. അപ്പോൾ നമ്മളുടെ രാജകീയ ജീവിതം എന്നൊക്കെ പറയുന്നതിൽ എത്രയോ മേലെയുള്ള ലൈഫിലൂടെ കടന്നു വന്ന ആളാണ് ട്രംപ്. അദ്ദേഹം ഈസ് നോട്ട് എ യൂഷ്വൽ പൊളിറ്റീഷ്യൻ. മാത്രമല്ല അദ്ദേഹം ചെറുപ്പം മുതൽ രാഷ്ട്രീയം കളിച്ചിട്ടുള്ള ആളുമല്ല. വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ 10-15 വർഷമായിട്ടുള്ള അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ പവർ കൊണ്ടാണ് പ്രധാനമായിട്ടും അദ്ദേഹം അധികാരത്തിലെത്താനുള്ള പ്രധാന സംഗതി. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഗൾഫ് റീജിയനിൽ അദ്ദേഹം എടുക്കുന്ന ആ കാർഡ് ഇന്ത്യയിൽ എടുത്താൽ ചിലവാവില്ല. കാരണം ഗൾഫ് റീജിയനിൽ അദ്ദേഹം എടുക്കുന്ന അറബികളുടെ അടുത്ത് അറബികൾക്ക് പണമുണ്ട്, ഇൻ്റലിജൻസ് ഇല്ല. ഇന്ത്യക്കാരന് പണത്തിന് കുറവുണ്ടെന്നത് ശരിയാണ്, പക്ഷേ ഇൻ്റലിജൻസിന് കുറവില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരനെ അദ്ദേഹത്തിന് അങ്ങനെ കീഴ്പ്പെടുത്താനാവില്ല. മറ്റവരുടെ അടുത്ത് അവരുടെ ധാരാളം പണമുണ്ട്. അപ്പോൾ ആ പണം അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം സാഹിബിൻ്റെ ബുദ്ധിയുടെ അടുത്ത് ഇവരുടെ ബുദ്ധി എത്തൂല. നേരെ മറിച്ച് ഇന്ത്യയുടെ അടുത്ത് വന്ന് അത്തരം കളികൾ അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ സ്ഥലത്തും ഒരേ തരം പ്രഷർ ഇറാനോട് ഉപയോഗിക്കുന്ന അതേ വാക്കുകൾ അദ്ദേഹം ഇന്ത്യയോട് ഉപയോഗിച്ച് നോക്കുന്നു. ഇറാനെ അദ്ദേഹം കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു. ഒരു ദിവസം പേടിപ്പിക്കും, ഒരു ദിവസം തലോടും, പിറ്റേ ദിവസം വീണ്ടും പേടിപ്പിക്കും, പിറ്റേ ദിവസം വീണ്ടും തലോടും. ഇന്ത്യയുടെ അടുത്ത് അത്തരം പരിപാടികൾ നടക്കാൻ സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ത്രാണി അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതിനിടയിലൂടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് അദ്ദേഹം സമാധാന ചർച്ചകൾക്കായി ഇന്ത്യയെ ക്ഷണിക്കുന്നുണ്ട്. അദ്ദേഹം തയ്യാറാണ് സമാധാന ചർച്ചകൾക്ക് വേണ്ടി എന്ന് പറയുന്നു. കാരണം ഈ വെള്ളം തടഞ്ഞു വെച്ചു എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ശ്വാസം മുട്ടിക്കുന്ന വിഷയമാണ്. അപ്പോൾ അവരുടെ ജലസേചന മന്ത്രി, ജലവുമായി ബന്ധപ്പെട്ട മിനിസ്റ്റർ കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ട് രേഖാമൂലം പറഞ്ഞിട്ടുണ്ട് ഈ ജലവുമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരണം എന്നുള്ള കാര്യം. കാരണം ഈ ഏത് യുദ്ധത്തെക്കാളും കഠിനമായ യുദ്ധമാണ് ജലം ഉപയോഗിച്ചുള്ള യുദ്ധം എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സമാധാനം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ബോൾ പാകിസ്ഥാൻ്റെ കോർട്ടിലാണ്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അവർ തന്നെ ചർച്ച എന്ന് പറഞ്ഞ് നമ്മളുടെ വാതിലിൽ വന്ന് മുട്ടിക്കൊണ്ടേയിരിക്കും.